ഹായ് ഫ്രണ്ട്സ്, നല്ല അടിപൊളി ഒരു തേക്കടി ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. ഞങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ തേക്കടി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എലിഫൻറ്റ് സഫാരിയിലാണ്. നല്ല എന്താ പറയുക, അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവിടെ പോയിട്ടില്ല, കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകണം, കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Please watch the video. ഫസ്റ്റ് എലിഫൻറ്റ് സഫാരി, അത് കഴിയുമ്പം എലിഫൻറ്റ് ബാത്തിങ് ഉണ്ട്, അത് കഴിഞ്ഞ് എലിഫൻറ്റ് ഷവറാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. മീനാക്ഷി ആന ചെറുത് നിന്റെ മുമ്പിൽ, ആന ചെറുതൊന്നും. നിന്റെ തല വെച്ച് നോക്കി കഴിഞ്ഞാൽ ആനയുടെ തല ഒന്നുമില്ല. കുഴപ്പമില്ല. മുന്നോട്ട് മീൻസ് ഇങ്ങോട്ട് വരല്, വാലിന്റെ സൈഡിലോട്ട് പിന്നെ വീട്ടിൽ പോകേണ്ട വരത്തില്ല ആർക്കും. അംബിക എലിഫൻറ്റ് സഫാരി കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേ എടുത്തിരുന്നത് പെരിയാർ ഹൗസ്, KTDCയുടെ അണ്ടറിലുള്ള പെരിയാർ ഹൗസിലാണ്. അവിടുത്തെ സ്റ്റേയും ഫുഡുമൊക്കെ നല്ലതായിരുന്നു. അവിടുന്ന് പതുക്കെ ഞങ്ങളവിടെ ചെന്നിറങ്ങി. ചെറിയൊരു പാർക്ക് പോലെയുണ്ട് ഫ്രണ്ടിൽ, അവിടെ കണ്ട് അതുവഴി ആ ഫ്രണ്ടിൽ കാണുന്ന റോഡിൽ കൂടെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഈ ബോട്ടിങ്ങിൻ്റെ അവിടെ എത്താം. പക്ഷേ അന്ന് ബോട്ടിങ്ങിന് പോകാനുള്ള ബുക്കിംഗ് ഫുള്ളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അന്ന് പോയില്ല, വേറൊരു ദിവസമാണ് പോയത്. ആ ബോട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് നോക്കി കഴിയുമ്പോൾ കാട്ടിൽ നിന്ന് ആനകൾ വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമാണ്.
പെരിയാർ ഹൗസിൽ താമസിക്കുന്ന ടൂറിസ്റ്റുകളെ കാണാനായിട്ട് വന്ന ആൾക്കാരാണ്. അതിലൊന്ന് മുള്ളൻപന്നി മുള്ളു വിരിച്ച് വെച്ചാണ് ആഹാരം കഴിക്കുന്നത്. ചോറിട്ട് കൊടുക്കും അവിടുന്ന്. പിന്നെ ആന ആരെ പിടിക്കാമെന്നും പറഞ്ഞ് നടക്കും അതുവഴി. മെസ്സിൻ്റെ അകത്ത് അടുത്തായിരുന്നു, ഇലക്കറിൻ്റെ അടുത്ത്. നമ്മുടെ കിച്ചണിലെ മെസ്സ്. ഓടി വരാം, വന്നാ വന്ന് ബാക്കിലോട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പാട്ടയുടെ സൗണ്ട് ഉണ്ടാക്കിയാണ് ആനയെ പേടിപ്പിച്ച് അവിടുന്ന് പറഞ്ഞു വിടുന്നു ഓടിക്കുന്നത്. അങ്ങോട്ട് പോവാനേ. ഇതിലെ പോകുന്നതാണെങ്കിൽ നല്ലതല്ലേ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോകുന്നത് ബാംബു റാഫ്റ്റിങ്ങിനാണ്. കാട്ടിനകത്തൂടെ കുറേ ദൂരം നടന്നു വേണം ബാംബു റാഫ്റ്റിങ്ങിന് പോകാനായിട്ട്. ആദ്യം വിചാരിച്ചു വളരെ സിമ്പിൾ, നമുക്ക് പോകാം എന്നൊക്കെ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തു. സംഭവം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഒത്തിരി ദൂരം നടക്കാനുണ്ട്. പല പല വഴികൾ, പല പല എക്സ്പീരിയൻസാണ്. നമ്മൾ പോകുന്ന വഴി കാട്ടുപോത്തിനെ കണ്ടു. നല്ല അടിപൊളി എക്സ്പീരിയൻസാണ്. കാട്ടിനകത്തൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സെക്യൂരിറ്റിമാരുണ്ട്. ഫോറസ്റ്റിലെ ആൾക്കാരാണവർ. പിന്നെ അവരുടെ ഓഫീസിൽ നിന്ന് തന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും രാവിലെ 7 മണി 7:30 ആകുമ്പോൾ തുടങ്ങുന്നതാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അവിടെ നിന്ന് തന്നെ നമുക്ക് തരും. അതാണ് ആ ബാഗ്. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും തളർന്നു പോകും.
രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അത് നല്ല ഇഷ്ടമില്ല. കാട്ടിനകത്തൂടെയുള്ളൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണിത്. അവിടെ കുറച്ച് നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കറക്റ്റ് സമയത്തിന് അങ്ങ് ചെന്ന് പിന്നെ ബാംബൂ റാഫ്റ്റിംഗ് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വരണം. അതുകൊണ്ട് ജസ്റ്റ് ഞങ്ങളിങ്ങനെ കണ്ട് പോയി. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണിത്. പകുതി ആയതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴേ ഞാൻ ക്ഷീണിതയായി. വടിയൊക്കെ പിടിച്ച് നടക്കാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് തിരിച്ച് നടക്കുമ്പോഴാണ് പെരുമ്പാമ്പൊക്കെ ഉണ്ടെന്ന് ഇവിടെ. At last we reached our destination. ആ കാണുന്ന ഒരു വീട് പോലെ കാണുന്നില്ല, അതിൻ്റെ മേളിലിരുന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. സത്യം പറഞ്ഞാൽ അത്രയും ദൂരം കാട്ടിക്കൂടെ നടന്നു വന്നപ്പം ടയേർഡായി. പക്ഷേ ആ ബാംബൂ റാഫ്റ്റിംഗ് തുടങ്ങിയപ്പോൾ നല്ല തണുത്ത കാറ്റും നല്ലൊരു സുഖമായിരുന്നു. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസാണ് ബാംബൂ റാഫ്റ്റിങ്.
ബാംബു റാഫ്റ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേ എടുത്തത് ബാംബു ഗ്രൂവ് എന്നും പറഞ്ഞ അതിൻ്റെ അടുത്ത് തന്നെയാണ്. നല്ല കിടിലൻ ക്ലൈമറ്റാണ് അതിനകത്ത്. നമുക്ക് പുറത്തെ ചൂടൊന്നും അകത്ത് അനുഭവപ്പെടത്തേ ഇല്ല. ഫുൾ ചുറ്റും ബാംബു ആണ്. അതിന് ചുറ്റും ബാംബു വെച്ച് കവേർഡാണ് എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ട് നല്ല തണുത്ത ക്ലൈമറ്റാണ് അതിനകത്ത്. അത് കഴിഞ്ഞ് രാത്രി 10 മണിക്ക് ഞങ്ങൾ ജംഗിൾ സ്കൗട്ടിന് പോയി. ജംഗിൾ സ്കൗട്ടിന് ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫോറസ്റ്റിലെ ആൾക്കാരുണ്ടായിരുന്നു. ദൂരെ കാണുന്ന ആനയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് പോയി നമുക്ക് കാണാൻ പറ്റില്ല, വയലൻ്റ് ആകുമെന്നാണ് അവർ പറയുന്നത്. ദൂരെ അവർ ലൈറ്റ് അടിച്ച് കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് ആഹാരം കഴിക്കാൻ പുറത്തിറങ്ങി വരുന്നു, പുല്ലൊക്കെ തിന്നാനായിട്ട് വരുന്നതാണ് ആന. അടിപൊളി എക്സ്പീരിയൻസ്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. ബോട്ടിങ്ങിൻ്റെ ആ സൈഡിലും വെള്ളം കുടിക്കാനായിട്ട് വരുന്ന കാട്ടുപോത്തൊക്കെ ഉണ്ടായിരുന്നു. അതും കൊടുക്കാനുള്ള നൂറൊന്നും അല്ലായിരിക്കും. നമുക്ക് തന്നെ 100 കിലോ ഇല്ലേ? അതിന് 10-600 കിലോ വേണം അല്ലേ? 1000 കിലോ കിടക്കണം. കാട്ടുപോത്തൊക്കെ നല്ല കല്ല് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.